നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിരിക്കുന്നതായിരിക്കും, Web3 എന്ന് പറയുന്ന ടെക്നോളജി ഇന്റർനെറ്റിന്റെ നെക്സ്റ്റ് വേർഷനിലേക്ക് നമ്മൾ വേൾഡ് മുഴുവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അതിന്റെ പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. Web1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഇന്റർനെറ്റ് വേർഷൻ. സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നത് Web2 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആണ്. സെയിം ലൈക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ Web2 വേർഷനിലാണ്. അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഇന്റർനെറ്റിന്റെ വേർഷനെയാണ് നമ്മൾ Web2 വേർഷൻ എന്ന് പറയുന്നത്. ഇന്ന് പല മേഖലയിലും Web3 വേർഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് ബ്ലോക്ക് ചെയിൻ, മെറ്റാവേഴ്സ്, അത് ഡീസെൻട്രലൈസ്ഡ് ആയി മാറുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി അതിനകത്ത് പല കാര്യങ്ങളും ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് Web3 ടെക്നോളജിയിലേക്ക് നമ്മൾ വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊരു വലിയ ചേഞ്ചസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ലോകത്തെമ്പാടും എല്ലാ മേഖലയിലും വരാൻ പോകുന്ന ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് Web3 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മെറ്റാവേഴ്സ് ആൻഡ് NFT. മെറ്റാവേഴ്സ് എന്താണെന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. മെറ്റാവേഴ്സ് നമ്മൾ റെഗുലർ ആയിട്ട് കേൾക്കുന്ന പുതിയൊരു വാക്കായിരിക്കും. എല്ലാ മേഖലയിലും നോക്കുമ്പോൾ ഒരു മെറ്റാവേഴ്സ് വരുന്നു, അല്ലെ? അപ്പൊ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഗ്മെന്റ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഇത് മൂന്നും കൂടെ കൂടിച്ചേർന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുക. ഫിസിക്കലി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ ഇപ്പം വിശ്വസിക്കാൻ സാധിക്കില്ല. കോവിഡിന് മുമ്പ് നമുക്ക് സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് സ്കൂളിലെ അല്ലെങ്കിൽ ഏത് ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, എന്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ഇന്ന് ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ സൂമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പവർ, അതിന്റെ ഒരു ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി തന്നെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, നേരിട്ട് കണ്ടുകൊണ്ട്, ഫീൽ ചെയ്തുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നു. അതിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി. ശരിക്കും പല സ്റ്റഡീസും പറയുന്നത് ഒരു 3-4 വർഷം കൊണ്ട് ലോകത്തിലെ സ്കൂളുകൾ ഇല്ലാണ്ടായി മാറപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയ്ക്കും രീതിയിലേക്ക് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. NFT ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് സിനിമയൊക്കെ NFT-യിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ ഫഞ്ചബിൾ ടോക്കൺസ്, നമുക്ക് ഡിജിറ്റലി അസറ്റ്സ് വാങ്ങിക്കാനും വിൽക്കാനും അത് കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് NFT എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിജിറ്റലി ആവുമ്പോൾ അത് NFT ടോക്കൺസ് ആക്കിയിട്ട്, നോൺ ഫഞ്ചബിൾ ടോക്കൺസ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും വിൽക്കുവാനും ഒക്കെ പറ്റും. അപ്പൊ അതിന്റെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലൊക്കെ പല ഫിലിം സ്റ്റാർസും ഒക്കെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ NFT-കളിലൊക്കെയാണ്.